നമ്മുടെ മഞ്ചേശ്വരത്താകട്ടെ, ലോകത്ത് എവിടെയായിരുന്നാലും ഒരു സത്യവിശ്വാസിയുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ പള്ളി നടക്കുന്ന സലാത്ത് മജ്ലിസാണ്. എത്ര വലിയ ക്യാൻസർ രോഗം വന്നാലും, എത്ര വലിയ കോടികളുടെ കടങ്ങൾ വന്നു ഭവിച്ചാലും, നമ്മുടെ മക്കളൊക്കെ കൈമുമ്പിൽ, നമ്മുടെ ഉമ്മവാപ്പന്മാർ നമ്മുടെ കൺമുമ്പിൽ മരണപ്പെട്ടു പോയാലും നമുക്ക് ഒരേ ഒരു പരിഹാരം അത് മുത്തനബിതങ്ങൾ മാത്രമായിരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ട്. അല്ലാഹു തആല പറയുന്നു, ഓ നബിയേ, ഫലാ വറബ്ബിക ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما. ഓ നബിയേ, നിങ്ങൾ ഒരു വിഷയത്തിൽ, ഈ സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും നിങ്ങൾ ഒരു വിഷയത്തിൽ പരിഹാരമാക്കുന്നത് വരെ അവരാരും മുസ്ലിമീങ്ങളാവുകയില്ല, അവരാരും പരിപൂർണ്ണ മുഅ്മിനാവുകയില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കഥ പറയുകയാണ്. ചരിത്രം മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനായ ഒരിക്കൽ സ്വഹാബത്തിനിടെ രണ്ടാളുകൾക്കിടയിൽ തർക്കം വരികയാണ്.